ഇക്വസ് ഓഫ് നിലയിലേക്ക് ഏവർക്കും സ്വാഗതം. മിഴിനില എഴുതിയ കഥ പത്മ, അധ്യായം 7. വേദന കൊണ്ട് ശരീരമാകെ തളരുന്നത് പോലെ തോന്നുന്നു കുട്ടി. എൻ്റെ ഈ വേദനയിൽ നീ എൻ്റെ അരികിലുണ്ടായിരുന്നെങ്കിലെന്നും ആ മടിയിൽ ഞാൻ ചേർന്ന് കിടക്കുമ്പോൾ എൻ്റെ നെറുകയിൽ നിൻ്റെ ചുണ്ടുകൾ കൊണ്ടൊരു ചുംബനം നീ നൽകിയിരുന്നുവെങ്കിലെന്നും വൃഥ ഞാൻ ഇടയ്ക്കെല്ലാം ആഗ്രഹിച്ചു പോകുന്നു. പക്ഷെ വേണ്ട, എനിക്ക് നൊന്താൽ നിനക്കും നോവുമെന്ന് എനിക്ക് അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് നീ അടുത്തില്ലാത്തത് നന്നായി. ഒരിക്കലും വേദനയോടെ ചുരുങ്ങിയ എൻ്റെ മുഖം നീ കാണാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഒന്നും അറിയിക്കാത്തതും. പ്രാരാബ്ധങ്ങൾ തീർത്തൊരുവൻ മനസ്സിനെ സന്തോഷിപ്പിക്കാനായി കാശിയിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുന്നുവെന്നേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അന്ന് നിന്നോട്. ഞാൻ മടങ്ങി വരും എന്ന് നീ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതെനിക്കന്ന് നിൻ്റെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അന്നും എനിക്കറിയാമായിരുന്നു അത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ആ ഒരു ക്രൂരത കൂടി നിന്നോട് ചെയ്യാൻ എന്തുകൊണ്ടോ എനിക്ക് സാധിച്ചില്ല. എല്ലാം ഇന്നലകളിൽ കഴിഞ്ഞു പോയിരിക്കുന്നു. നല്ല നാളുകൾ നിനക്കായി കാത്തിരിക്കുന്നു സഖി. അവയെ കൈപ്പിടിയിൽ ഒതുക്കുക. നിന്നെ നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ഒരിക്കലും നീ ഒറ്റയ്ക്കാവില്ലെന്ന് നിനക്കറിയാം. എൻ്റെ ദേഹമേ നിന്നിൽ നിന്നും അകന്നു പോയിട്ടുള്ളൂ. ദേഹി ഇപ്പോഴും നിന്നിൽ തന്നെ കുടികൊള്ളുന്നു ഭാമി. വല്ലാതെ ഒറ്റയ്ക്കാവുന്നു എന്ന തോന്നൽ വരുമ്പോൾ നമ്മുടെ നീലാംബരിയുടെ തെക്കേ തൊടിയിൽ എന്നെ ദഹിപ്പിച്ചെടുത്ത് എൻ്റെ പെണ്ണിന് ഏറെ പ്രിയമായിരുന്ന ആ ചെമ്പകമരത്തിൽ ചാരി മണ്ണിലേക്ക് കാൽ നീട്ടിവെച്ച് കണ്ണടച്ച് അങ്ങനെയിരിക്കണം. അപ്പോൾ ആ മടിയിൽ തലചായ്ച്ച് നിന്നരികിൽ ഞാനുണ്ടാകും. എൻ്റെ മുടിയിഴകളിലൂടെ നിൻ്റെ വിരലുകൾ പരതി നടക്കുകയും അവ നൽകുന്ന അനുഭൂതിയിൽ ഞാൻ മയങ്ങിപ്പോവുകയും ചെയ്യട്ടെ. പെണ്ണെ, ഇനിയും ഏറെ പറഞ്ഞ് നീയായി കഷ്ടപ്പെട്ട് അടക്കി നിർത്തിയിരിക്കുന്ന കണ്ണുനീരിനെ ഞാനായിട്ട് പുറത്തേക്ക് ഒഴുകാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. കരയരുത്. ഏതൊരു സാഹചര്യത്തിലും ജിതൻ്റെ പെണ്ണ് കരയാനോ തളരാനോ പാടില്ല. നീ കരഞ്ഞാൽ നിൻ്റെ കണ്ണുനീർ എന്നെ പൊള്ളിക്കും. നീ തളർന്നാൽ ഞാനും തളരും. ഓർമ്മയിലിരിക്കട്ടെ അത്. നേരിൽ ഒരു ചുംബനം തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് നടക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട് 1000 ചുംബനങ്ങൾ നിൻ്റെ നെറുകയിൽ പതിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്നേഹപൂർവ്വം പത്മയുടെ മാത്രം ജിതേന്ദ്രൻ. വായിച്ചു കഴിഞ്ഞതും അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുണ്ടായി. ആത്മസംഘർഷം അടക്കാൻ പാടുപെടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒന്ന്. അവൾ അല്പനേരം കണ്ണടച്ചു നിന്നു. ആകെ കലുഷിതാവസ്ഥയിലായ മനസ്സിനെ ഒന്ന് കൈപ്പിടിയിലൊതുക്കി എന്ന് തോന്നിയതും അവൾ പതിയെ മിഴികൾ തുറന്നു. കണ്ണിൽ നിന്നും കണ്ണടയൂരി മേശമേലിരുന്ന പേന കയ്യിലെടുത്തു. കയ്യിലിരുന്ന കത്തിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി വെച്ചു. അവയെല്ലാം കൂടി തോൾസഞ്ചിയിലേക്ക് നിക്ഷേപിച്ചു. തുറന്നിട്ട് ജനാലയടച്ച് കൊളുത്തിട്ട് ഒരിക്കൽ കൂടി ആ മുറിയിൽ ആകമാനം ഒന്ന് കണ്ണോടിച്ച് മേശപ്പുറത്ത് രഘുറാം വെച്ചുപോയ താഴും താക്കോലും എടുത്ത് പഴയതുപോലെ മുറി അടച്ചു പൂട്ടി. ആ വാതിലിൽ പതിയൊന്ന് തഴുകി അവൾ തിരികെ നടന്നു. ഇനി മടക്കം. തന്നെ കാത്തിരിക്കുന്ന നിധിയുമായി തൻ്റെ പ്രാണനുറങ്ങുന്ന മണ്ണിലേക്ക് മടങ്ങാമിനി. വന്ന കാര്യങ്ങൾ എല്ലാം ഭംഗിയായി പൂർത്തിയായിരിക്കുന്നു. അവൾ ആശ്വസിച്ചു. അടുത്ത ഭാഗം നാളെ.